ഹലോ നമസ്കാരം. മഴത്തോരു മൊബൈലിലെ നാളത്തെ ഒരു സൂപ്പർ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ നേരെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ രോഹിത് ആകെ പെട്ടിരിക്കുന്ന ഒരു സീനാട്ടോ കാണുന്നത്. അതായത് ശരണ്യെ എല്ലാവരും കൂടെ ഗ്യാങ് റേപ്പ് ചെയ്യുന്ന ഒരു സീനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പൈശാചികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാട്ടോ. നമ്മുടെ രോഹിത് അതിൽ പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും രോഹിത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാനുള്ള ധൈര്യമൊന്നും രോഹിത്തിനില്ല. ഹരിയാണ് രോഹിത്തിനെ കൊണ്ടുപോയി എല്ലാ കുടുക്കിലും കൊണ്ട് ചെന്ന് ചാടിക്കുന്നത്. അങ്ങനെ ഹരിയുടെ പ്ലാൻ പ്രകാരം ശരണ്യെ ഒരു വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. ഹരിയുടെ കൂട്ടുകാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്, രോഹിത്തും വന്നിട്ടുണ്ട്. അങ്ങനെ ശരണ്യെ അവിടേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത്, അതിൽ മയക്കുമരുന്ന് ചേർത്ത വെള്ളമൊക്കെ കൊടുത്ത് മയക്കിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയേക്കാണ്. അപ്പോൾ നമ്മുടെ രോഹിത്താണെങ്കിൽ ആകെ ഭയന്നിങ്ങനെ നിൽക്കുകയാണ്. എന്താണിപ്പോൾ ചെയ്യുക, അവന് ആ പെൺകൊച്ചിനെ കൊണ്ടുവന്നു, ആകെ ടെൻഷനായിട്ട് വയ്യ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ഒരു ടെൻഷനിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ശരണ്യെ ഹരി വളരെ തന്ത്രപൂർവ്വം ആ എത്തിച്ചിരിക്കുകയാണ്. മയക്കുമരുന്ന് കലർത്തിയ വെള്ളമൊക്കെ കൊടുത്ത് ഹരി അവളെ മയക്കുന്നുണ്ട്. രോഹിത്ത് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. മറ്റ് രണ്ട് കൂട്ടുകാരും ഭയങ്കര ത്രില്ലിങ്ങിലാണ്. അങ്ങനെ ഹരി അവളെയും കൊണ്ടിട്ട് ശരണ്യെയും കൊണ്ടിട്ട് റൂമിൽ പോയി കിടക്കാമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയി കിടത്തുകയാണ്. പാവം ശരണ്യ ഒന്നും അറിയുന്നില്ല, ഹരിയെ വിശ്വസിച്ച് ചെല്ലുകയാണ്. ഹരിയേട്ടൻ എൻ്റെ കൂടെ തന്നെ ഇരിക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഹരിയോടുള്ള ഒരു വിശ്വാസമാണ് അവിടെ കാണിക്കുന്നത്. ഹരി തന്നെ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസമൊക്കെ അവിടെ പൊട്ടി തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഹരി അവളെയും കൊണ്ട് റൂമിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരോട് കണ്ണ് കാണിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് വരാനായിട്ട്. അങ്ങനെ ഹരി റൂമിലേക്ക് പോയതുപോലെ തന്നെ അവരും തന്നെ കൂടെ ചെല്ലുകയാണ്. ഒരു സ്പീക്കറൊക്കെ കയ്യിൽ എടുത്തിട്ടാണ് ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അങ്ങോട്ടേക്ക് റൂമിലേക്ക് എത്തിയ ഹരി ശരണ്യെ ബെഡിലേക്ക് കിടത്തുന്നുണ്ട്. ബെഡിലേക്ക് കിടത്തിയതിന് ശേഷം ശരണ്യെ ഇങ്ങനെ പുന്നാരിക്കുന്നത് പോലെ മുഖത്തും കവിളിലൊക്കെ തലോടുന്നുണ്ട്. പക്ഷേ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് ശരണ്യോട് ഹരി പിന്നീട് സംസാരിക്കുന്നത്. എടി, നീ എന്ത് വിചാരിച്ചു? നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നിന്നെ പുന്നാരിക്കാനാണെന്നോ ഒരു ബർത്ത്ഡേ പാർട്ടിക്കാണെന്നോ അല്ലടി. നിൻ്റെ ജീവിതം ഇവിടെ ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ടുവന്നത്. നീ കുറേ നാളായി എന്നെ ഇങ്ങനെ വട്ടം കറക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് തൊടാൻ പോലും നീ സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയാണ്. നീ എന്നോട് എനിക്ക് സമ്മതിക്കുകയായിരുന്നെങ്കിൽ ഇതൊന്നും നിനക്ക് വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇത്രയും കൂട്ടുകാരൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു ആഘോഷ പരിപാടിയൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് ആ കൂട്ടുകാരും അങ്ങോട്ടേക്ക് വരുന്നത്. എടാ, എന്തിനാണ് സമയം കളയുന്നത്? അവളുടെ മയക്കം വിട്ട് ഉണരുന്നതിന് മുൻപ് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം എന്ന് പറയാണ്. അപ്പോൾ വളരെയധികം പൈശാചികമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഹരിയും കൂട്ടുകാരും കൂടി ചേർന്ന് ചെയ്യുന്നത്. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട് രോഹിത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ രോഹിത് ഇതേ അവിടെ നിൽക്കുന്നു എന്ന് പറയണം. അവനെ കൂടി വിളിക്കുകയെ, അവൻ്റെ പേടിയും ചമ്മലൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറയണം. അങ്ങനെ രോഹിത്തിനെ പോയി വിളിച്ചുകൊണ്ടിരുന്നുണ്ട്. ഞാനില്ല, ഞാൻ വരാം, ഞാൻ വന്നേക്കാം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെയും കൂടിയിട്ട് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. രോഹിത്ത് അവിടെ എത്തുമ്പോൾ കയ്യും കാലും ഇങ്ങനെ വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹരിയോട് രോഹിത്ത് പറയുന്നുണ്ട്, എടാ വേണ്ടടാ, ഞാൻ പോവുകയാണ്, എനിക്ക് ഇതിന് പറ്റത്തില്ലടാ, എനിക്ക് ആകെ എന്തൊക്കെയോ പോലെ ആവുന്നു, പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ മര്യാദക്ക് ഇവിടെ നിന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ, എന്താണെങ്കിലും നമ്മളെല്ലാവരും പെടുകയാണെങ്കിൽ നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല, ഒരു കുഴപ്പവും വരില്ലടാ എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാണ് ഈ പ്രവൃത്തി ചെയ്യാനായിട്ട്. അപ്പോഴും രോഹിത്ത് ആകെ ഇങ്ങനെ ഭയന്ന് കിടക്കുകയാണ്. ശരണ്യയുടെ ആ കിടപ്പൊക്കെ കണ്ടിട്ട് രോഹിത്തിന് ഭയങ്കര പേടിയാവുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ലടാ, നീ പോവില്ലേ, നീ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ, എടാ എനിക്ക് എന്തോ ഭയം തോന്നുന്നു, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശരണ്യ മയക്കം ഉണരുമ്പോൾ ശരണ്യ പഴയതുപോലെ തന്നെയായിരിക്കും, അവളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയണം. എടാ എന്നാലും ഇത് വലിയ ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോൾ, നീ ഒന്ന് പോടാ, നീ ഇവിടെ നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, നീ ആദ്യം സമീപിച്ചോ എന്ന് പറയട്ടോ. ഞാനില്ല, നിങ്ങൾ ചെല്ലും, ഞാനില്ല എന്നിങ്ങനെ പറയണം. എടാ ഇങ്ങനൊരു പേടിത്തൊണ്ടൻ എന്ന് പറയണം. അപ്പോൾ എന്നാൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കടന്നാലോ എന്ന് മറ്റേ കൂട്ടുകാരൻ, ആ മുടിയനായിട്ടുള്ള കൂട്ടുകാരനല്ലോ, മുടിയൊക്കെ വളർത്തിയിട്ടില്ല, അയാളാണ് ഭയങ്കര ഇതിൽ നിൽക്കുന്നത്. പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹരിയാണെങ്കിൽ അവളുടെ ഷോളൊക്കെ അഴിക്കണം, അതുപോലെ വസ്ത്രങ്ങളൊക്കെ അഴിച്ച് മാറ്റുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നെഞ്ച് കത്തിപ്പോകും. അത്രയും ഒരു ഭയങ്കരമായിട്ട് നമുക്ക് കാണാനോ കേൾക്കാനോ ആഗ്രഹിക്കാത്ത ഒരു രംഗങ്ങളാണ് അതിൽ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ശരണ്യന്മാർ ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ ഇതിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാം ഈ ശരണ്യയുടെ ഈ ഒരു കേസ്. അപ്പം ശരിക്കും നമുക്ക് സീരിയലാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്ന അത്രയും ഒരു പൈശാചിക പ്രവൃത്തിയാണ്. നമ്മൾ ഇങ്ങനെ ഒന്നും സംഭവിക്കലേ എന്നിങ്ങനെ ചിന്തിച്ച് പോകും, സീരിയലാണ് എന്നുള്ള പോലും നമ്മൾ മറന്നു പോകും. അപ്പോൾ അത്രയും ഒരു ക്രൂരമായിട്ടാണ് ശരണ്യെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. നമ്മൾ നെഞ്ചിടിച്ച് പോകും, എത്രയും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോവുകയാണല്ലോ എന്നോർത്തിട്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പൈശാചികമായിട്ടുള്ള പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ രോഹിത് ആണെങ്കിൽ അവിടെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. രോഹിത് അവിടെ മാറി നിൽക്കുന്ന സമയത്ത് ഹരി പറയുന്നുണ്ട്, ഏട്ടാ നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, നീ ഇവിടെ വന്നേ, നീ ഇങ്ങനെ മാറി നിൽക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലടാ ഹരി, ഞാനില്ല, മര്യാദക്ക് ഇവിടെ നിന്നോ, നീ ഇതൊക്കെ ഒന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തേ, കുറച്ച് അങ്ങനെ ശരണ്യയുടെ കുറച്ച് നെയ്ക്കഡായിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഹരി നിർബന്ധിക്കുന്നുണ്ട് രോഹിത്തിനെ. അങ്ങനെ മനസ്സോടെ ഹരി നിർബന്ധിച്ചത് കാരണം രോഹിത് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങണം. പക്ഷേ അവനെ കൊണ്ട് പറ്റുന്നില്ല. എടാ എനിക്ക് പറ്റത്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ നിന്നിങ്ങോട്ട് റൂമിലേക്ക് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ, നീ പോവല്ലേ, നീ ഇവിടെ തന്നെ നിൽക്കുന്നു, മര്യാദക്ക് ഇവിടെ നിന്നോ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നേരം മോട്ടിവേറ്റ് ചെയ്ത ഹരിയുടെ വോയിസ് ടോണൊക്കെ മാറുന്നുണ്ട്. രോഹിതിനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് അവർ 3 പേരും കൂടി ചേർന്നിട്ട് ശരണ്യെ ക്രൂരമായിട്ട് ഗ്യാങ് റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഒരു പൈശാചിക പ്രവൃത്തിയാണ് അവരവിടെ ചെയ്യുന്നത്. രോഹിത് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. പെട്ടെന്ന് രോഹിതിന് ഇതെല്ലാം കൂടി കണ്ടിട്ട് ആകെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. രോഹിതിന് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയത് കാരണം ഒരു ഭ്രാന്തനെ പോലെ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആകെ രോഹിതിന് ഭൂമി മൊത്തം കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. ഇങ്ങനെ ഇതിലൊക്കെ വന്ന് പെട്ടുപോയല്ലോ എന്നുള്ളത് ഓർത്തിട്ട് ഭയങ്കര പേടിയും ഒക്കെ തോന്നുകയാണ്. രോഹിത് ശരിക്കും ആ പെൺകുട്ടിയെ ഒന്നും ചെയ്യുന്നില്ല, ശരണ്യെ രോഹിത് ഒന്നും ചെയ്യുന്നില്ല. രോഹിത് പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബൈക്ക് എടുത്തിട്ട് ഓടിച്ചു പോവുകയാണ്. ബൈക്ക് ഓടിച്ചു പോകുമ്പോഴും ഒരു ലക്കും ലഗാനും ഇല്ലാതെയാണ് ബൈക്ക് ഓടിച്ചു പോകുന്നത്. അങ്ങനെ രോഹിത് പോയതിന് ശേഷം ഇവർ 3 പേരുമാണെങ്കിൽ അന്നത്തെ ദിവസം മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ വീണ്ടും ഒരു ടൈം എടുത്ത് അങ്ങനെ ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ആഘോഷമൊക്കെ കഴിഞ്ഞു. ശരണ്യെ എങ്ങനെയെങ്കിലും 4 മണിയാകുമ്പോൾ പറഞ്ഞയക്കണമല്ലോ. ഇനിയിപ്പോൾ ശരണ്യെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ സഫലമായിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് 3 പട്ടാളന്മാർ ചേർന്നിട്ട്. അങ്ങനെ അവർ ഇനിയിപ്പോൾ ശരണ്യെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കണം. അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ശരണ്യാണെങ്കിൽ ബോധം വിട്ട് ഉണരുന്നുമില്ല. അപ്പോൾ ഇവർക്ക് എന്തോ സംതിങ് റോങ് ആയിട്ട് തോന്നുകയാണ്. ശരണ്യെ ഒരുപാട് വിളിച്ച് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശരണ്യ ആകെ പാതി മയക്കത്തിൽ എന്ന പോലെ അങ്ങനെ കിടക്കാൻ എഴുന്നേൽക്കാനോ ഒന്നും പറ്റത്തില്ല. ഇവർക്ക് പെട്ടു എന്ന് തന്നെ ഇവർക്ക് മനസ്സിലാവുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിലാണ്. എന്ത് ചെയ്യും, ഇവളാണെങ്കിൽ ഉണരുന്നില്ല, എങ്ങനെയെങ്കിലും ഇവൾ ഇവിടുന്ന് ഒഴിവാക്കണമല്ലോ എന്ന് പറയുമ്പോൾ മറ്റു 2 കൂട്ടുകാരും നീ എന്തെങ്കിലും ചെയ്യും, നിനക്കല്ലേ അവളെ പരിചയമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു ചിന്തയിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ പകലാണ്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതും പ്രശ്നമാവുമല്ലോ, നമ്മൾ എന്ത് ചെയ്യും, ഇവളെ ഇവിടുന്ന് എങ്ങനെ ഒഴിവാക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഹരിയാണെങ്കിൽ പിന്നീട് ടെൻഷൻ ആവുകയാണ്, എന്ത് ചെയ്യും, രോഹിത് ആണെങ്കിൽ പോയി, രോഹിത് ഇതിലേക്കൊന്നും പിന്നീട് വന്നില്ലല്ലോ. അപ്പോൾ രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ രോഹിത് ഫോൺ എടുക്കുന്നില്ല. രോഹിത് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവാണ്. ബൈക്ക് നിർത്തിയിട്ട് ഫോൺ നോക്കുമ്പോൾ ഹരിയാണെന്ന് കണ്ടിട്ട് ഫോൺ എടുക്കാതെ വീണ്ടും ടെൻഷനായി കൊണ്ട് രോഹിത് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് ഹരിയും കൂട്ടുകാരും ചേർന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഇത്രയും നേരമായില്ലേ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇവളെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ കുറച്ച് ഇരുട്ടിയതിന് ശേഷം അവർ ശരണ്യെ ഒന്നുകിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അവർ എന്താ കാര്യമെന്നൊക്കെ അന്വേഷിക്കും. നമ്മൾ കൊണ്ടുചെന്ന ആൾക്കാരെ നോട്ടീസ് ചെയ്യും. പോലീസ് വരാതെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് വഴിയിൽ എവിടെയെങ്കിലും അവളെ ഉപേക്ഷിക്കാം എന്നുള്ള രീതിയിൽ അവരങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ ഇവർ രാത്രി അതിന് ശേഷം ശരണ്യെ ഒരു വഴിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കും. അവിടുന്ന് നാട്ടുകാരെ കണ്ടിട്ടാണ് ആംബുലൻസ് വിളിച്ചിട്ട് ശരണ്യെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. ഭയങ്കര ഒരു അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ശരണ്യ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്രയും ഭയങ്കരമായിട്ടുള്ള അത്രയും ക്രൂരമായിട്ടുള്ള പീഡനം തന്നെ ഏറ്റിട്ടുണ്ട്. ഭയങ്കര ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ട് ശരണ്യക്ക്. അപ്പോൾ അത് കാരണം ഭയങ്കര ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ശരണ്യ ഇരിക്കുന്നത്. അതേസമയം നമ്മുടെ രോഹിത് ആ വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ. രോഹിത് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മുങ്ങിയിട്ടുണ്ടല്ലോ. കാരണം അവനതൊന്നും കണ്ടു നിൽക്കാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അവനെക്കൊണ്ട് അത് പറ്റത്തില്ല. ശരിക്കും പറഞ്ഞൊരു പേടിത്തൊണ്ടനാണ് രോഹിത്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ധൈര്യവും ഇല്ല. ഒരു പാവത്താനാണ് ആൾ. പക്ഷേ ഹരിയുടെ ട്രാപ്പിൽ പെട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റിയൽ ആയിട്ടുള്ളൊരു ലവ് തന്നെയാണ് രോഹിത് കൊണ്ട് നടക്കുന്നത്. അല്ലാതെ മോശമായിട്ടുള്ള ചിന്തകളൊന്നും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ ഹരിയാണ് കുത്തി കയറ്റി വെച്ചിരുന്നത്. അങ്ങനെ രോഹിത് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ബൈക്കിൻ്റെ സൗണ്ട് ഇട്ടിട്ട് അലീന വന്ന് നോക്കുന്നുണ്ട്. അലീന നോക്കുമ്പോൾ കാണുന്നത് ബൈക്ക് സ്റ്റാൻഡ് തട്ടി നിർത്താൻ പോലും രോഹിത്തിനെ കൊണ്ട് പറ്റുന്നില്ല. അത്രയും ഒരു കണ്ടീഷനിലാണ് രോഹിത്. അവിടെ നിന്ന് ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പും അല്ലെങ്കിൽ അതിൻ്റെ പേടിയും ഒക്കെ കാരണം, ഒരുപാട് ടെൻഷൻ കാരണം ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്. അത് കാരണം കാല് ശരിക്കും നിലത്ത് ഉറക്കുന്നില്ല. ബൈക്ക് സ്റ്റാൻഡ് തട്ടി വെക്കാൻ പറ്റാത്തത് കാരണം ബൈക്ക് മറിഞ്ഞു വീഴുകയാണ്. രോഹിത്തിൻ്റെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് അലീന ആകെ പകച്ചു പോകുന്നുണ്ട്. അലീനയ്ക്ക് മനസ്സിലാവണം എന്തോ സംതിങ് റോങ് ആയിട്ട്, അത്രയും ഡേഞ്ചർ
ഡേഞ്ചറായിട്ട് ഏതോ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അങ്ങനെ രോഹിത് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് അലീനയാണ്. അലീന ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രോഹിത്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മാറി നിൽക്കട്ടെ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയോട് ഭയങ്കര ദേഷ്യത്തുള്ളിൽ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറുകയാണ്. ആ സമയത്ത് കൃഷ്ണമോൾ അവിടെ വരുന്നുണ്ട്. കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് രോഹിട്ടൻ ഇന്നും കുടിച്ചിട്ടാണ് വന്നതല്ലേ എന്ന് ചോദിക്കണം. അതെ കുടിച്ചു, അതിന് നിനക്കെന്താ, നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാൻ, ഞാൻ കുടിച്ചിട്ടോ കുടിക്കാതെ വന്നാലും നിനക്കെന്താടി കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയോട് ഭയങ്കരമായിട്ട് തട്ടിക്കയറുന്നുണ്ട്. അല്ല രോഹിട്ടൻ ഇത് എന്തുദ്ദേശിച്ചാണ് ഈ നടക്കുന്നത്, രോഹിട്ടൻ ഇത് ഇങ്ങനെ ഒരു ശീലം മുൻപൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ ഇതൊക്കെ എവിടുന്ന് പഠിച്ചതാണ്, ആ ഹരിയേട്ടൻ്റെ കൂടെ കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചീത്തയത് എന്നൊക്കെ പറയുമ്പോൾ അതിന് നിനക്കെന്താടി, ഞാൻ ചീത്തയായി കഴിഞ്ഞാൽ ഞാനല്ലേ ചീത്ത വന്നത് എന്ന് പറഞ്ഞ് കൃഷ്ണയോട് തട്ടിക്കയറുകയാണ്. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രോഹിത് എന്താ പറ്റിയത്, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുൻപ് എന്ന് ചോദിക്കുന്നുണ്ട് അലീനയും. നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാൻ, നീ എന്തിനാടി എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അലീനയോടും വീണ്ടും തട്ടിക്കയറുകയാണ് രോഹിത് ചെയ്യുന്നത്. അങ്ങനെ രോഹിത് വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ വേച്ച് നടന്നു കയറി പോവാട്ടോ. ആ സമയത്ത് വീഴാൻ പോകുന്നുണ്ട്. അലീനയാണ് ഓടി ചെന്ന് കൈ പിടിക്കുന്നത്. കൈ വിട്ടിട്ട് എനിക്കറിയാം സ്റ്റെപ്പ് കയറി പോകാനൊക്കെ എന്ന് പറഞ്ഞാൽ അവളോട് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് ആടി രോഹിത് മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ഈ അവസ്ഥ കണ്ടിട്ട് കൃഷ്ണയ്ക്കും അതുപോലെ അലീനയ്ക്കും ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കൃഷ്ണയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. രോഹിയേട്ടൻ വളരെ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടേക്കാണ് ചേച്ചി, രോഹിയേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇതെന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ കൃഷ്ണ പറയുമ്പോൾ അലീനയ്ക്കും തന്നെ ആകെ പേടി തോന്നുകയാണ്. ഇവൻ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ വരികയാണ്. അതേസമയം റൂമിലെത്തുന്ന രോഹിത് ആണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ടിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അവന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഇങ്ങനെ നടക്കുകയാണ്. എന്താ ഇപ്പം ചെയ്യുക, ഇടയ്ക്ക് പൊട്ടി കരയുന്നുണ്ട്, ഇടയ്ക്ക് അങ്ങനെ ആകെ പേടിക്കുന്നുണ്ട്. ശരിക്കും കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് അവനിങ്ങനെ ആ രംഗങ്ങൾ തന്നെ ഓർമ്മ വരികയാണ്. ആ ശരണ്യെ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഗ്യാങ് റേപ്പ് ചെയ്യുന്നതും അതുപോലെയുള്ള കാര്യങ്ങളും, അപ്പോൾ ഇവനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നതും ഫോട്ടോസ് എടുപ്പിക്കുന്നതും അതൊക്കെ തന്നെ ഓർമ്മ വരികയാണ്. അവനതൊക്കെ ഓർത്തിട്ട് ആകെ ടെൻഷൻ ആവുകയാണ്. ആകെ പേടിച്ച് ഇങ്ങനൊരു ചതിയിൽ പെട്ടപ്പോൾ രോഹിത് ആകെ പേടിച്ചു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാത്ത ആകെയുള്ളൊരു സങ്കടം, ഒരു ടെൻഷനും ഒക്കെയാണ്. റൂമിലിങ്ങനെ ഒരു വെരുകിനെ പോലെ, കൂട്ടിലിട്ട വെരുകിനെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ രോഹിതിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ആകെ ഭയപ്പെട്ടാണ് നിൽക്കുന്നത് അലീന. എന്തോ അരുതാത്ത കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. എന്തോ ശുഭമല്ലാത്ത കാര്യം സംഭവിച്ചിട്ടുണ്ട്, എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ഏതെങ്കിലും കള്ളുകുടീൻ്റെ ചെറ്റിൽ പോയി പെട്ടിട്ടുണ്ടായിരിക്കും, അവിടെ ചെന്ന് കള്ള് കുടിച്ച് അറമാദിക്കായിരിക്കും എന്നൊക്കെ പറയണം. പക്ഷേ അലീനയ്ക്ക് എന്തോ സംശയം അതിനേക്കാൾ വലിയ എന്തോ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അച്ഛൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല എന്ന് അച്ഛൻ പറയുകയും ചെയ്തല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് നമുക്ക് അച്ഛനെ വിളിച്ച് പറഞ്ഞാലോ എന്ന് പറയണം. അങ്ങനെ അലീന ബാലചന്ദ്രനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛാ അങ്ങനെ രോഹിത് തിരിച്ചു വന്നിട്ടുണ്ട്, പക്ഷേ ആളാകെ ഡിസ്റ്റർബഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയണം. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നിട്ട് സംസാരിക്കാം എന്ന് പറയാട്ടോ. അപ്പോൾ അച്ഛൻ ഇനി അവനോട് ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട, എന്താ കാര്യമെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം മുകളിൽ നിന്നിങ്ങനെ ശബ്ദം കേൾക്കണം, എന്തൊക്കെയോ തട്ടിമറിഞ്ഞ് വീഴുന്നത് പോലെ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ പോയി നോക്കാം, നീ അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയണം. അപ്പോൾ എന്തെങ്കിലും ഒച്ചപ്പാടോ ബഹളോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൃഷ്ണ ഇങ്ങനെ ചൊറിയാൻ നടക്കുന്നതല്ലേ. അപ്പോൾ അലീന പറയുന്നുണ്ട്. അതേസമയം രോഹിത് ഇങ്ങനെ ആകെ വെപ്രാളപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കില്ലേ, തല കറങ്ങുന്നത് പോലെയും ഒക്കെ ആകെ മൊത്തം മൈൻഡ് ഡിസ്റ്റർബ്ഡാണ്, ആകെ പെട്ടൊരവസ്ഥയിലാണ്. ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ തന്നെ രോഹിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് കയ്യിൽ കണ്ടതൊക്കെ ഇങ്ങനെ തട്ടി താഴെ വീണ് പോവുകയാണ്. ഇങ്ങനെ വേച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ടേബിളിലുള്ള സാധനങ്ങളൊക്കെ വീണ് പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് ഡോറിൽ മുട്ടുമ്പോൾ രോഹിത് തുറക്കുന്നില്ല. അപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അലീന ഡോറ് തുറക്കുന്ന സമയത്ത് കാണുന്നത് ആകെ പേടിച്ച് വിറച്ച് ഒരു മൂലയിൽ ചുരുണ്ടുകൂടി ഇങ്ങനെ ഇരിക്കുന്ന രോഹിത്തിനെയാണ്. അവിടെ സാധനങ്ങളൊക്കെ തട്ടി മറിഞ്ഞ് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. രോഹിത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് ഒന്നും പറയുന്നില്ല കേട്ടോ. രോഹിത് ആകെ പേടിച്ച് ഇങ്ങനെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്, ആകെ പേടിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അലീന എന്താ പറ്റിയത് രോഹിത്തെ എന്താ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ രോഹിത് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ സമയത്താണ് രോഹിത് അലീനയാണെന്ന് മനസ്സിലാവുന്നത്. പെട്ടെന്ന് കൈ തട്ടി മാറ്റുകയാണ്. ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന്, നീ ആരാണ് എൻ്റെ റൂമിൽ വന്നിട്ട് ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് അലീനയോട് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് വീണ്ടും അലീന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പറ്റിയത്, നീ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയോ, നീ എന്താണെങ്കിലും തുറന്നു പറ, എന്നാലല്ലേ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോരാൻ പറ്റത്തുള്ളൂ, നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെങ്കിൽ എന്താണ് നിനക്ക്
പറ്റിയത്? നീ എന്ത് പ്രശ്നത്തിലാണ് ചെന്ന് ചാടിയേക്കുന്നത്? വലിയ കുഴപ്പത്തിലെങ്ങാനും ചെന്ന് ചാടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും രോഹിത് ദേഷ്യപ്പെടുകയാണ്. എനിക്ക് എന്ത് പറ്റിയാൽ എന്താ, നിനക്കെന്താ, നീ ഇവിടുത്തെ ആരാണ്, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം നിനക്കെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ ചേച്ചിയാണെടാ, നിൻ്റെ ചേച്ചിയാണ് ഞാൻ, ആ അധികാരം വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആ ഒരു അധികാരത്തോട് കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് നിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്, നിൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു സ്വന്തം ചേച്ചി, അച്ഛൻ ഏതോ ഒരുത്തിക്ക് പിഴച്ചുണ്ടായ സന്തതിയല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവളിങ്ങനെ മോശമാക്കി സംസാരിക്കുമ്പോൾ അതെന്തോ ആയിക്കോട്ടെ, നിൻ്റെ അച്ഛൻ്റെ മകളാണല്ലോ ഞാൻ, അങ്ങനെ നോക്കുമ്പോൾ നിൻ്റെ ചേച്ചിയല്ലേ ഞാൻ, ആ ചേച്ചി എന്ന അധികാരം ഞാൻ കാണിക്കുന്നേ ചെയ്യും. എൻ്റെ അനുജനും അനുജത്തിമാരൊന്നും തെറ്റായ രീതിയിലൂടെ നടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, അതിന് ഞാൻ സമ്മതിക്കത്തില്ല, അവരുടെ ജീവിതം മോശമായ രീതിയിൽ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രോഹിതിന് ഇങ്ങനെ ആ സമയത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഭയങ്കര വെപ്രാളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, വീണ്ടും സ്നേഹത്തോട് ചോദിക്കണം, എന്ത് പറ്റി നിനക്ക് രോഹിത്തെ, നീ എന്താ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയോ മോനെ, എന്താന്നൊക്കെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ രോഹിത്തിൻ്റെ മനസ്സൊന്ന് മാറുന്നുണ്ട്, രോഹിത്ത് ഒന്ന് കൂളാവുന്നുണ്ട്, സ്നേഹം ഇഷ്ടമൊന്നുമില്ല എന്നാലും ഒന്ന് കൂളാവുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് ഒന്നും പറയുന്നില്ല, എന്താണെങ്കിലും പറ, എന്തെങ്കിലും കുഴപ്പം പറ്റിയോ, എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടിയോ എന്നൊക്കെ വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ തെറ്റ് പറ്റിപ്പോയി ചേച്ചി, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കാല് പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോൾ എന്താ പറ്റുക, അവന് അവിടെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ എന്താ പറ്റിയതെന്നൊന്നും പറയുന്നില്ല, എനിക്ക് തെറ്റ് പറ്റി, രോഹിത്ത് ഇങ്ങനെ കരയാണ്, ഹരി എന്നെ ചതിച്ചു, ഹരി എന്നെ ട്രാപ്പിലാക്കി, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കരയാണ് രോഹിത്ത്. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു പ്രതിസന്ധിയിലാണ്, എന്താ സംഭവം എന്ന് ഒന്നും അറിയത്തില്ല. അപ്പോൾ അലീന ഇങ്ങനെ പകച്ചു നിൽക്കണം. ആ സമയത്താണ് കൃഷ്ണ അങ്ങോട്ടേക്ക് വരുന്നത്, ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് രോഹിത്തും എഴുന്നേൽക്കുകയാണ് അവിടെ നിന്ന്. എന്താ ചേച്ചി, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്താ പറ്റിയെന്നറിയില്ല, രോഹിത്ത് എന്തോ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്, ആകെ ആൾ ഡിസ്റ്റർബ്ഡ് ആണ്, എന്താ പറ്റിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആളൊന്ന് മൈൻഡ് ഓക്കെ ആവണം എന്നൊക്കെ പറയണ സമയത്ത് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, രോഹിയേട്ടന് ഇത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നീട് രോഹിത്ത് അവരോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല, നിങ്ങൾ പോയി എന്ന് പറഞ്ഞിട്ട് അവരെ റൂമിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ, ഒരുപാട് അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ ആവുമൊന്നും വേണ്ട, എന്ത് പ്രശ്നമുണ്ടെങ്കിലും രോഹിത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ രോഹിത്ത് ആരെയും ഒന്നിനെയും പേടിക്കേണ്ട, രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്നൊക്കെ അലീന ഇങ്ങനെ വാക്ക് കൊടുക്കുകയാണ് രോഹിത്തിന്. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ രോഹിത്തിന് ഇച്ചിരി ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനിലാണ് രോഹിത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.